സഹോദരങ്ങളെ, ഇന്ന് ടോക്സ് ഓഫ് ടുഡേയിൽ വന്നത് നമ്മൾ റമദാനിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. ആദ്യത്തെ 10 എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ 10ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ ഒക്കെ നമ്മൾ നടത്താറുണ്ട്. സമൂഹത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, അങ്ങനെ തുടങ്ങി ഒരു നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ നമ്മൾ തീരെ നമ്മുടെ കാരുണ്യം എത്തിപ്പെടാത്ത, നമ്മൾ അവഗണിച്ച് തള്ളുന്ന ചില സൃഷ്ടികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പുറത്തൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വൈകുന്നേരം വരെ നോമ്പെടുത്ത് പട്ടിണി കിടന്ന് നോമ്പെടുത്തിട്ട് പിന്നെ നോമ്പ് ഇറക്കുന്ന നേരത്ത് വളരെയധികം ഭക്ഷണം അടിച്ച് കയറ്റിയിട്ട് കഷ്ടപ്പെടുത്തുന്ന നമ്മുടെ വയറ്, അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട്, ലിവർ, പാൻക്രിയാസിസ്, കിഡ്നി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആന്തരിക അവയവങ്ങളുണ്ട്. അപ്പോൾ അതിനോടുകൂടി നമ്മൾ കാരുണ്യ പ്രവർത്തനം നടത്താൻ, അല്ലെങ്കിൽ കാരുണ്യം ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എൻ്റെ സഹോദരങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരവസ്ഥയിലെത്തും. വല്ലാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ വയറ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ വളരെയധികം ദുരിതം പേറുകയാണ് ഇതെല്ലാം അടിച്ചു കയറ്റിയിട്ട്. മാത്രമല്ല, ഈ ഹൃദയമെന്ന് പറയുന്നത് ഒരു ദിവസം 7500 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്ന പണി അദ്ദേഹം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ജീവൻ മിടിപ്പ് തുടങ്ങിയത് മുതൽ നമ്മുടെ ജീവൻ്റെ മിടിപ്പ് നിൽക്കുന്നത് വരെ ഹൃദയം പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ പണി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 200 ലിറ്ററോളം രക്തം ശുദ്ധീകരിച്ച് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ മൂത്രം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തത്തെ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കഠിനമായ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പുറമെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ നമ്മുടെ ഉള്ളിലുള്ള ആ സാധനത്തിനോടുള്ള കാരുണ്യം നമ്മൾ അവഗണിക്കുകയാണ്. അപ്പോൾ അതിനോടുകൂടി കാരുണ്യം നമ്മൾ നിർവഹിക്കണം. ആ ഭക്ഷണമൊക്കെ ഒന്ന് മിതമാക്കിയിട്ട്, അതേപോലെ കണ്ടമാനം മറ്റുള്ള സാധനങ്ങൾ, ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം പോയിട്ട് കാണാൻ ഉപ്പിലിട്ടതും അതേപോലെ കുറേ സോഡയും പല രീതിയിലുള്ള സാധനങ്ങളും അടിച്ച് കയറ്റിയിട്ട് പിന്നെയും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്. ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് കൂടി നമ്മുടെ കാരുണ്യത്തിൻ്റെ ആ ഒരു വാതായനം നമ്മൾ തുറന്നു കൊടുക്കുക. അവരോടുകൂടി നമ്മൾ കാരുണ്യം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചാൽ അവർക്കും ഇത് ഉപകാരപ്പെടും. നമ്മുടെ ടോക്സ് ഓഫ് ടുഡേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരിലേക്കും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അതും നിങ്ങൾ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ അയക്കേണ്ടതാണ്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.